നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യ ശരീരത്തിലെ നമ്മുടെ നട്ടലിനെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ജോഡി അവയവങ്ങളാണ് വൃക്കകൾ. വൃക്കകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യശ്രീ, മുത്തൂറ്റ് ഹോസ്പിറ്റൽസ് കോഴഞ്ചേരിയിലെ വൃക്കരോഗ വിഭാഗത്തിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ്. വൃക്കകൾ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന്റെയും ലവണങ്ങളുടെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നു. നമ്മുടെ രക്തത്തിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളിക്കളയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുന്ന എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്നത് നമ്മുടെ വൃക്കകളാണ്. നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മുടെ വൃക്കകൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം മെയിൻറ്റെയിൻ ചെയ്യുന്നതും വൃക്കകൾ തന്നെയാണ്. അപ്പൊ ഇവയിൽ ഈ ഫംഗ്ഷനിൽ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ രോഗികൾക്ക് ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും. മുഖത്ത് നീര്, കാലിന് നീര്, ശ്വാസം മുട്ടല്, വിളർച്ച, ഛർദിൽ മുതലായവയാണ് നമ്മുടെ വൃക്കരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. നമുക്ക് വൃക്കരോഗങ്ങൾ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? നമ്മൾ ചെയ്യേണ്ട ബേസിക് ടെസ്റ്റുകളാണ് ബ്ലഡിലെ ക്രിയാറ്റിന്റെ അളവ്, സോഡിയം പൊട്ടാഷ്യത്തിന്റെ അളവ്, ഹീമോഗ്ലോബിന്റെ അളവ്, യൂറിൻ എക്സാമിനേഷൻ, മൂത്ര പരിശോധനയിലൂടെ മൂത്രത്തിൽ പഴുപ്പ് അഥവാ കല്ലുകൾ, ബ്ലഡിന്റെ അംശം എന്നിവ ഉണ്ടോ എന്നും യൂറിൻ എക്സാമിനേഷനിലൂടെ അറിയാം. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് കിഡ്നിയുടെ സൈസ്, വൃക്കയിൽ കല്ലുകൾ, സിസ്റ്റുകൾ മുതലായവ ഉണ്ടോ എന്നും സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ കഴിയും. രണ്ട് തരം വൃക്കരോഗങ്ങളാണ് ഉള്ളത്. ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനം അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഇൻഫെക്ഷൻസ്, അതിപ്പം എലിപ്പനി, ഡെങ്കിപ്പനി, മലേറിയ മുതലായ അസുഖങ്ങൾ, ചിലതരം വേദന സംഹാരികൾ, ചില ആന്റിബയോട്ടിക്സ് ഇതെല്ലാം കഴിക്കുമ്പോൾ അക്യൂട്ടായിട്ടുള്ള കിഡ്നി ഇഞ്ചുറി ഉണ്ടാകാം. സോ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഡയാലിസിസ് പോലുള്ള ചികിത്സാ രീതികൾ വേണ്ടി വന്നേക്കാം. പക്ഷേ ഇതെല്ലാം പെർമനന്റ് ആകണമെന്നില്ല. പേഷ്യൻസിന് ഇത് റിക്കവറി പോസിബിൾ ആണ്. മറ്റൊരു വിഭാഗം വൃക്കരോഗമാണ് നമുക്ക് ക്രോണിക് കിഡ്നി ഫെയിലിയർ അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മോസ്റ്റ് കോമൺ കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹം, രക്താതിസമ്മർദ്ദം ഇവയാണ്. അതോടൊപ്പം തന്നെ വൃക്കകളിലെ കല്ലുകൾ, വൃക്കകളിലെ സിസ്റ്റ് രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ ഇവയെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസിന് കാരണങ്ങളാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്കസ്തംഭനം ഒരു ആദ്യ പ്രാഥമിക സ്റ്റേജുകളിൽ നമുക്ക് മരുന്ന് കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങളും കൊണ്ടും നമുക്ക് ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്നതാണ്. എന്നാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, അതായത് എൻ സ്റ്റേജ് റീനൽ ഡിസീസ്, ഒരു സ്റ്റേജ് 4-5 കിഡ്നിയുടെ ഫങ്ഷൻ ഒരു 15-10% താഴെ പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ മറ്റു ട്രീറ്റ്മെന്റ്സും വേണ്ടി വന്നേക്കാം. അതിൽ നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസിനുള്ളത് 2 തരം ട്രീറ്റ്മെന്റ് ആണ്. ഒന്ന് ഡയാലിസിസ് നമുക്ക് 2 തരം ആണുള്ളത്. ഒന്ന് ഹീമോഡയാലിസിസ്. അപ്പം ഹീമോഡയാലിസിസിൽ നമ്മൾ ശരീരത്തിലെ രക്തം ഒരു സൂചി വഴി പുറത്തേക്കെടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി ഒരു മെഷീനിലൂടെ കടത്തി രക്തം ശുദ്ധീകരിച്ച് തിരിച്ച് പേഷ്യൻസിന്റെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. ഇതാണ് ഹീമോഡയാലിസിസ്. ഇത് ഒരു തരം ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിസ്. അതായത് മനുഷ്യന്റെ വയറിനുള്ളിൽ ഒരു നേരിയ മെംബ്രെയിനായ പെരിറ്റോണിയൽ മെംബ്രെയിനിലൂടെ തന്നെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പോൾ അതിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ ക്രോണിക് കിഡ്നി ഡിസീസ് ആണ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അപ്പോൾ എന്തുകൊണ്ടും ഹീമോഡയാലിസിസിനെയും പെരിറ്റോണിയൽ ഡയാലിസിസിനെ അപേക്ഷിച്ച് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ഏറ്റവും അഭികാമ്യം ക്രോണിക് കിഡ്നി ഡിസീസിന്. അപ്പോൾ അതിന് ക്വാളിറ്റി ഓഫ് ലൈഫും പേഷ്യൻ്റെ ഓവറോൾ ഹെൽത്തും എന്തുകൊണ്ടും ഡയാലിസിസിനെക്കാട്ടിലും സുപ്പീരിയർ ആണ്. ഈ മേൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.